ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. വെറും ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദയും 1/4 കപ്പ് പഞ്ചസാരയും ഒരു കോഴിമുട്ടയും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അല്പം നെയ്യുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ ഈ പഞ്ചസാര നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയുടെ കൂടെ ഒരു 4 ഏലക്കയുടെ അല്ലികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്നുകൂടെ ഇത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും മുട്ടയും ചേർത്തുള്ള ഈ മിക്സും കൂടി ചേർത്ത് ഒരു നുള്ളി ബേക്കിംഗ് സോഡയും ചേർത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. അതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 1/4 ഗ്ലാസ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. പാൽ ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്പം ഒഴിച്ച് കുഴച്ചതിന് ശേഷം പോരാ എന്ന് തോന്നിയാൽ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ടൈറ്റായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അല്പം ലൂസായിരുന്നാൽ മതി. വെറും 1/4 ഗ്ലാസ് പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ലതുപോലെ തന്നെ കുഴച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ഈ മാവിൽ നിന്നും അല്പം മാവെടുത്ത് ഉരുളയാക്കി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ ഉരുളയാക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ചെറിയ ഉരുള ആക്കേണ്ട ആവശ്യവുമില്ല. ഇതുപോലെയാക്കി മുഴുവൻ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം മാവെടുക്കുമ്പോഴും കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇത് മുഴുവൻ ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആകുന്നത് വരെ 2-3 തവണ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.